ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിന്നിരുന്ന ഒരു പേരായിരുന്നു സോണിയ മൽഹാർ എന്നുള്ള ഒരു വ്യക്തിയുടേത്. അവർക്കൊരു മോശമായ ഒരു അനുഭവം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടായിരുന്നു. 2013 കാലഘട്ടത്തിലായിരുന്നു. പ്രശസ്തനായിട്ടുള്ള ഒരു നടനാണ് എന്നുള്ളതും ഒരുപാട് ക്ലൂ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലൂ എല്ലാം വെച്ച് നമ്മുടെ ജനങ്ങൾ കണ്ടെത്തി ആ ഒരു വ്യക്തി ആരാണെന്ന്. 2013 ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. അന്ന് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആളാണ് അതിലെ നായകനായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഈ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാഷ്റൂമും ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ടൊരു പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നടന്നു പോയിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ബാക്കിലൂടെ വന്നിട്ട് ഞാൻ കാണുന്നില്ല ആളിനെ, ഈ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ സത്യത്തിൽ അമ്പരപ്പും പേടിയും ചിരിയും കരച്ചിലും എല്ലാം ഒക്കെ വന്നൊരു നിമിഷം എന്ന് പറയും നമുക്ക്. പക്ഷെ അത് ഒരു അൺഎക്സ്പെക്റ്റഡ് സാധനം ആയതുകൊണ്ട് സത്യത്തിൽ ഞാൻ ഭയന്നു പോയി. ചിരിയും കരച്ചിലും പേടിയും എല്ലാം കൂടെ കലർന്നിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരുന്നു ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു അമ്പരപ്പ് ഉണ്ടാവും. ഇത്രയും വലിയ സ്റ്റാർഡം കിട്ടിയിട്ടുള്ള ഒരാളൊക്കെ വന്നിട്ട് ഇങ്ങനെ പിടിക്കാന്നൊക്കെ പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ഫീലിങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. സോണിയ, ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. സോണിയയുടെ ഈ അഭിമുഖങ്ങൾ വരുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ഒരു യുവനടന്റെ ഫോട്ടോയും ആ രീതിയിലായ അദ്ദേഹമാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട്. എല്ലാവർക്കും പരിചിതനായ ആ ഒരു യുവനടൻ ആരോപണ നിഴലിലാണ്. ജയസൂര്യ എന്ന നടന്റെ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെയൊക്കെ വരുന്നത്. താങ്കൾ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നടൻ ആ ആരോപണങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട്. അദ്ദേഹം നിരപരാധിയാണോ അല്ലയോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു. ഞാൻ ആരുടെയും പേര് എടുത്തു പറയുകയോ അങ്ങനെ അതിനു വേണ്ടി ഞാൻ പറയുന്നില്ല. കാരണം ഞാനൊരു പേര് പരമായിട്ട് എടുത്തു പറയുകയോ നിഷേധിക്കുകയോ രണ്ടിനും ഞാനില്ല. അപ്പൊ അത് എന്ന് വെച്ചാൽ അത് എന്ത് ചെയ്താലും അത് കുഴപ്പത്തിലേക്ക് വരാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം പറ്റില്ല. ഈ ഒരു ഇന്റർവ്യൂല് ഇവര് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ജയസൂര്യ എന്ന പേര് പറഞ്ഞപ്പോ അത് ഞാൻ നിരസിക്കുന്നില്ല. ഒരുപക്ഷെ ഇവർക്ക് ഇനി ഇതിന്റെ പുറകെ നടക്കാനുള്ള പേടി കൊണ്ടോ കാര്യങ്ങളോ മറ്റൊക്കെ ആയിരിക്കാം ഇവരിങ്ങനെ പേരെടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞത്. 2013 സോണിയ മൽഹാർ ആദ്യം എത്ര സിനിമകളിലാണ് അഭിനയിച്ചത്? പലരും വന്ന് ചോദിക്കുന്നത് ഏത് നടിയാണ്, ഏത് സിനിമയിലാണ് അഭിനയിച്ചത്? അതിനുള്ളൊരു മറുപടി ആദ്യം പറയാം. ഞാൻ പുലിവാൽ പട്ടണം ജഗതി സാറിന്റെ കൂടെയാണ് ആദ്യത്തെ പടം. അത് കഴിഞ്ഞതിന് ശേഷം ഗീതാഞ്ജലി മോഹൻലാലിന്റെ കൂടെ അങ്ങനെ കുറച്ച് സൂപ്പർ സ്റ്റാർ പടങ്ങളിലൊക്കെ ചെറിയ വേഷങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നു. പിന്നീട് അവിടെ നിന്ന് എനിക്കൊരു നല്ല അവസരം കിട്ടി. ആർട്ട് പടങ്ങളുടെ നായികയായിട്ട് കാറ്റ് പറഞ്ഞ കഥാവാല നായികയായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. ഈ 8 പടം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടി കൂടിയാണ് അല്ലെ? നായിക എത്ര പടങ്ങളിലാണ്? 8 പടങ്ങൾ. ഈ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇവര് ഏതൊക്കെ പടത്തിലാണ് ഇതിനു മുന്നേ കണ്ടിട്ടില്ല, അങ്ങനെ കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ക്ലാരിറ്റിയാണ് ഇപ്പൊ ഒരു ഓൺലൈൻ മീഡിയയിൽ ഇവര് ഇന്നലെ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത്യാവശ്യം നായികയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ചേച്ചിയാട്ടോ. ഒരുപാട് ആളുകൾ കോർണർ ചെയ്ത് ഓരോ ആർട്ടിസ്റ്റിനെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളൊന്നും അല്ല. അത് തന്നെ വളരെ കോൺട്രഡിക്ഷൻ അല്ലേ? നമ്മൾ ഒരു ആർട്ടിസ്റ്റിന്റെ പേര് ആർട്ടിസ്റ്റ് എന്ന് പറയുകയും സൂപ്പർ താരം എന്ന് പറയുക കുറെ ഹിന്റ് ഇട്ട് കൊടുക്കുകയും എന്നാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന ആർട്ടിസ്റ്റ് അല്ല എന്ന് പറയുകയും ചെയ്യുന്നത് ജനങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും മറ്റു ഒരുപാട് വ്യക്തികളെ ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുകയും അല്ലേ ചെയ്യുന്നത്? അപ്പോൾ അത് പറയേണ്ട ഉത്തരവാദിത്വം കൂടെ സോണിയ മൽഹാർ എന്ന വ്യക്തിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം വന്നു. ഇപ്പൊ ഒരുപാട് ആളുകളെ പ്രേക്ഷകർ പല രീതിയിൽ അതിനെ ഓരോ പേരുകൾ കണ്ടെത്തുന്നു. അത് ജയസൂര്യയാണ് പല പ്രേക്ഷകരും കണ്ടെത്തിയ ഒരു പേര്. അത് കേട്ടിട്ടുണ്ടാകാം. 2013 പിക്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. 2013 താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്റുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്റുകളാണ്. ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ? ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. ന്യൂസ് 18 എന്ന ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂല് നിങ്ങൾ കേട്ടല്ലോ, ജയസൂര്യ എന്ന പേര് പറഞ്ഞപ്പോ ഇവര് അതിനെ നിരസിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ ഒരു ഓൺലൈൻ മീഡിയയില് ഒരു ഇന്റർവ്യൂല് കൊടുത്തപ്പോ നിങ്ങൾക്ക് ജയസൂര്യ അല്ല എന്ന് പറയാൻ പറ്റൂ എന്നുള്ളതാണ് ആ അവതാരിക ചോദിച്ചത്. ഒറ്റയടിക്ക് ഇവരല്ല എന്ന് പറഞ്ഞു. അപ്പൊ ന്യൂസ് 18 പറയുമ്പോ ഇവരുടെ വായിൽ പഴം പുഴുങ്ങി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇവരത് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇവർക്ക് ഒറ്റയടിക്ക് തന്നെ പറയാൻ പറ്റും അല്ല എന്നുള്ളത്. എന്തുകൊണ്ട് ജയസൂര്യ അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരത്തെ പറഞ്ഞുകൂടാ? എറിഞ്ഞ പണത്തിന്റെ പവറായിരിക്കാം, അല്ലെങ്കിൽ ഇവര് നേരിട്ടിട്ടുള്ള ഭീഷണിയുടെ പവറിലായിരിക്കാം.
പേടിയിലായിരിക്കാം. എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു, എന്നോട് മാപ്പ് പറഞ്ഞു. ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു. ഇപ്പോൾ അവരുടെ പേര് വലിച്ചഴച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ജയസൂര്യ അല്ല എന്ന് പറയുന്നത് അല്ല, അങ്ങനെയൊന്നല്ല. എനിക്ക് ഇതിനകത്തോട്ടൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. കാരണം എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പം നിർത്തേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ഒരു അന്വേഷണ സംഘത്തോടോ ആ രീതിയിൽ എനിക്ക് കേസില്ലല്ലോ, സംഘത്തോട് വെളിപ്പെടുത്തും. അന്വേഷണ സംഘത്തിന് അത് വേണ്ടി വന്നാൽ അവർക്കിപ്പോൾ നമ്മളിങ്ങനെ ആരോപണമാണ്, അത് തെളിയിക്കണം, അങ്ങനെയൊക്കെ ഒരു ലീഗൽ ഇത് വന്നാൽ പേര് പറയാനും പറയാതിരിക്കാനുള്ള അവകാശം നമുക്കും ഉണ്ട്. തീർച്ചയായും അന്വേഷണ സംഘം വരും. കാരണം ഒരു 7 അംഗ സംഘത്തിനെ നമ്മുടെ സർക്കാർ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം വരും. ഇപ്പോൾ നിലവിൽ എനിക്ക് പരാതി ഇല്ലാത്തടത്തോളം ഈ പേരിന് പ്രസക്തിയില്ല. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഇവരും ആ ഒരു നടനും തമ്മിൽ മാപ്പെല്ലാം പറഞ്ഞ് ഇവർ നല്ല രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊരുപാട് ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതിലേക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെ കട്ട സപ്പോർട്ടായിട്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് ചാരിറ്റി കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഇവർ ഈ പറഞ്ഞ നടനുമായിട്ടും ഇവരൊരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫോട്ടോസ് എല്ലാം അതിലുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ രംഗത്തെത്തി പറയുന്നത് കണ്ടപ്പോ ഒരു ആവേശത്തിൽ അങ്ങ് എടുത്തു ചാടി. ഇവർക്ക് ഈ ഒരു നടന്റെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല നന്മമരമാണ് ഈ ഒരു മനുഷ്യൻ എന്നാണ് ഒരു ആവേശം കൊണ്ട് എടുത്തു ചാടി പറഞ്ഞു പോയി. അത് ഇത്രയും വലിയ പുലിവാലാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അവരുടെ ഫാമിലി കാര്യങ്ങൾ എല്ലാം പ്രശ്നത്തിലേക്ക് എത്തും. എനിക്ക് കുഴപ്പമില്ലാത്ത രീതിക്കാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ഒരു സംഭവത്തിൽ പരാതിയോ പരിഭവമോ കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതുപോലെയുള്ള ഓരോരുത്തരും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആരെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ. സത്യം ഏതാണ് എന്നൊന്നും ആർക്കും അറിയുന്നില്ല. സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കള്ളങ്ങൾ കൊണ്ടൊരു കൊട്ടാരം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സത്യങ്ങൾ പറയുന്നവർ പറയട്ടെ, കേൾക്കാൻ ജനങ്ങൾ റെഡിയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവരോടും ബൈ.